السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق، وسعدوا في مناهج الصدق بالتصديق. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل: آل رسول الله عال قدرهم وآل رسول الله نور الجحافل. صلوات ربنا العلا بسلامه أبدا على أعلى الخلائق حبه. الصلاة والسلام عليك يا رسول الله، خذ بيدي قلت حيلتي أدركني يا ولي الله، عنكم رضي الله، أتينا بابكم انصرونا بنصركم. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, അഭിവന്ദ്യരായ ഉലമാക്കളെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ശൈഖുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ സ്മരണയിൽ ഒന്നും വിസ്മരിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഉറൂസ് മുബാറക്കിന് സംഗമിച്ചവരാണ് നാം. പ്രൗഢമായി കഴിഞ്ഞ 23-ാം തീയതി ആരംഭിച്ച ഈ വേദിയിൽ സമാപന സമ്മേളനത്തിന് സമാരംഭം കുറിക്കുകയാണ്. നമ്മുടെ മഹാന്മാരായ പ്രാസ്ഥാനിക നേതാക്കളും മഹാരഥന്മാരായ പണ്ഡിതന്മാരുമെല്ലാം ഈ വേദിയിൽ നമ്മോട് സംവദിക്കാനിരിക്കുന്നു. സമസ്തയുടെ അനിഷേധ്യരായ പ്രസിഡന്റ് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അടക്കം നിരവധി മഹാന്മാരായ നേതാക്കൾ നമ്മുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനരായ താജുൽ ഉലമ അവിടുത്തെ മഹത്തായ അനുസ്മരണം ഉറൂസ് മുബാറക്കിലൂടെ നാം ഉൾക്കൊള്ളുമ്പോൾ ആലിമും സയ്യിദുമായി സമരസപ്പെട്ട് ഈ സമുദായത്തിനും രാഷ്ട്രത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കും സമാധാനപരമായ നേതൃത്വവും
മുഅ്മിനീങ്ങൾക്ക് ആദർശപരമായ ദിശാബോധവും നൽകിയ ഒരു നവോത്ഥാന നായകരെയാണ് മഹാനായ താജുൽ ഉലമയുടെ ഹയാത്തിലൂടെയും അവിടുത്തെ മരണശേഷമുള്ള നാം ഇപ്പോൾ അനുഭവിക്കുന്ന സാന്നിധ്യത്തിലൂടെയുമെല്ലാം നമുക്ക് ബോധ്യമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പ്രബോധന ദൗത്യത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അന്ത്യപ്രവാചകരായി പറഞ്ഞേക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ അഹ്ലു ബൈത്തിന് ഏറ്റവും വലിയ ആവേശം നൽകുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ഈ ആത്മീയമായ മുദ്രാവാക്യം. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരൊക്കെ നന്നായി ഉറക്കെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ സംസാരിക്കുമ്പോ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം, ഇപ്പോഴും ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനരായ മുഹമ്മദ് മുസ്തഫ അഹ്ബാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബുകൾ, അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്. ആ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ ശത്രുത കൊണ്ട് നേരിട്ട ആദർശ വിരോധികൾ യുദ്ധത്തിന്റെ മേഖലയിലാണെങ്കിൽ ആയോധന ശേഷിയും അടവുകളും സർവ്വതും പയറ്റിത്തെളിഞ്ഞ ഖുറൈശികളാണ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്വന്തം കുടുംബക്കാരാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഈ സമൂഹത്തിനും സമുദായത്തിനും ആവശ്യമായ പുരോഗതിയുടെയും ഉന്നതിയുടെയും കാരണമായി മാറുമ്പോൾ അസൂയാലുക്കളായ ശത്രുക്കൾ ആരോപണങ്ങൾ കൊണ്ട് ആ പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഏതാരോപണങ്ങൾ അവരെ പടത്തിവിട്ടോ അത് മുഴുവനിലും അവർ പരാജയപ്പെട്ടു എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ഒരിക്കൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ തളർത്താൻ അവരുപയോഗിച്ച പ്രയോഗം ബാക്കി എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ കുടുംബത്തിന് അനന്തരാവകാശമില്ല, ആൺകുട്ടികളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി, ഈ കുടുംബത്തിന്റെ വരവ് അറ്റുപോയി എന്ന് ആക്ഷേപിച്ചവരോട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം പരമാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും പരിഗണിക്കാറുള്ളതിനാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ അടിമ അഫ്ദലുൽ ബശർ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ആ ആരോപണം ഉന്നയിച്ചവർക്ക് ശക്തമായ മറുപടി കൊടുത്തത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. തഫ്സീറുകളിൽ മഹത്തുക്കൾ വിശദീകരിക്കുന്നു, ആ കൗസർ എന്ന് പറയുന്നത് നിഅമത്തുകളുടെ ധാരാളം മേഖല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകി. ആ നൽകിയതിൽ പെട്ട ഒന്നാണ് ഹൗദുൽ കൗസറിന്റെ ഉത്തരവാദിത്വം. അവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ ആ നിഅമത്തുകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിപ്പിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്തെ പ്രതിബന്ധങ്ങൾ പൂമാല പോലെ സ്വീകരിക്കാൻ മനക്കരുത്ത് നൽകുന്ന മഹത്തായ പ്രഖ്യാപനത്തോടെ ആ സൂറത്ത്, ആ അധ്യായം പരിശുദ്ധ ഖുർആനിന്റെ വലിയ അജായിബുകളെ ലോകത്ത് തുറന്നുകൊടുത്ത, സാഹിത്യകാരന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിയ,
മീം എന്ന് പറയുന്ന അക്ഷരമില്ലാതെ അറബി സാഹിത്യത്തിന്റെ സൃഷ്ടി സാധ്യമല്ലെന്ന് ധരിച്ചിരുന്ന കാലത്ത് ഒരു മീം പോലും ഉപയോഗിക്കാതെ ഒരു ചാപ്റ്റർ അന്യൂനമായി സെറ്റ് ചെയ്ത പരിശുദ്ധമായ ആ സൂറയുടെ അവസാനം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, കുടുംബത്തിന്റെ കണ്ണിയറ്റുപോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ല, മുഹമ്മദ് മുസ്തഫ, മറിച്ച് പറഞ്ഞവനാണ് ആക്ഷേപിച്ചവന്റെ കുറ്റിയറ്റുപോയി എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ളവർ, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹുവായി മാറി പിതാവിന്റെ പ്രശസ്തി പറയാനോ പിതാവിനെ ഇസ്സത്തോടെ പരാമർശിക്കാനോ കഴിയാത്ത ഒരു പാരമ്പര്യത്തിലേക്ക് അബൂജഹലിന്റെ പിന്തുടർച്ച ആയിപ്പോയി എന്ന വ്യക്തത നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പേരക്കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഉപ്പാപ്പ ആരാണെന്ന് പറയാൻ മടിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ അക്രമം കാണിച്ചയാളാണ് പറയേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിലേക്കാണ് അബൂജഹലാദി പ്രഭൃതികളുടെ കുടുംബങ്ങൾ പോയതെങ്കിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം അഹ്ലുബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്ക് രണ്ട് വസ്തുത ഉപേക്ഷിച്ചു പോവുകയാണ്. അതൊന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണെങ്കിൽ രണ്ടാമത്തത് എന്റെ കുടുംബത്തെയാണ്. പരിശുദ്ധമായ സുന്നത്തിനെ പരാമർശിക്കുന്നതോടൊപ്പം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്യാരണ്ടിയോടെ പറയാൻ ഉത്തരവാദിത്തത്തോടെ അഭിമാനത്തോടെ കഴിയുകയും ഇന്ന് വരെ ജീവിച്ചു വരുന്ന മഹാന്മാരായ സദാത്തുക്കൾ മുഴുവൻ ആരാണ് അഹ്ലു ബൈത്ത് എന്ന നിർവചനത്തിലൂടെ പഠനം നടത്തിയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തുന്നതും അതുപോലെ ബനൂ ഹാഷിമും ബനൂ മുത്തലിബുമായി ബന്ധപ്പെട്ടതുമായ ലോകത്തെ എല്ലാ വിവരശേഖരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അഹ്ലു ബൈത്തിനെ അറിയാതെ ഇന്നും പുലമ്പുന്ന ചില ബിദ്ഈ കക്ഷികളുണ്ട്. അവരിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടതില്ല. മഹാന്മാരായ സദാത്തുക്കൾ അഹ്ലു ബൈത്ത് നിങ്ങൾക്കറിയുമോ, എല്ലാ കാലഘട്ടത്തിലും അവർ പ്രബോധന ദൗത്യം ഏറ്റെടുത്തവരാണ്. മഹാന്മാരായ അഹ്ലു ബൈത്ത് പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്യാഗസുരഭിലമായ പാതയെ അഭിമാനത്തോടെ കാണുകയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ ത്യാഗം ഈ മേഖലയിൽ അനുഭവിച്ച സമുന്നത നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരാൻ വളരെയധികം ആഗ്രഹം കാണിക്കുകയും ചെയ്ത പരമ്പരയാണ് സദാത്തുക്കൾക്ക് മൊത്തത്തിൽ പറയാനുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അപവാദമായി ഉണ്ടാകാം. അവരും പിൽക്കാലത്ത് നന്നായവരോ അതല്ലെങ്കിൽ ഈ ബറക്കത്തിന്റെ പരമ്പര കൊണ്ട് രക്ഷപ്പെട്ടവരോ ആയി ഭൂരിഭാഗം പേരെയും നമുക്ക് കാണാൻ കഴിയുന്നു. അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെച്ചവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെയും ഇഷ്ടം വെച്ചവർ എന്നെ ഇഷ്ടം വെട്ടവരും അവരോട് വെറുപ്പ് കാണിക്കുന്നവർ എന്നോട് വെറുപ്പ് കാണിച്ചവരുമാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യം ലോകോത്തരമായി മാറ്റി ഏറ്റവും അധമന്മാരായിരുന്ന അറബികളെ ലോകത്തെ ഏറ്റവും ഉന്നത പുരുഷന്മാരായി പരിവർത്തനം ചെയ്തപ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ഇത്രയും വലിയ ഒരു പരിഷ്കർത്താവിനെ ലോകത്ത് സമർപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ലോകം പറഞ്ഞ, ലോകത്തെ മനസ്സിലാക്കിയ, ലോകത്തെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തിയ സർവ ഏടുകളിലും സർവ പ്രഭാഷണങ്ങളിലും സർവരചനകളിലും ഒന്നാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്. ആ തങ്ങളുടെ കുടുംബാദികളായ പരമ്പര നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ധാരാളം സദാത്തുക്കളുടെ കടന്നുവരവ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണ രംഗത്ത് അവർ ചെയ്ത സേവനം
മഹാനായ മമ്പുറം തങ്ങളെ പോലെ ഈ രാജ്യത്തെ പ്രബോധന ദൗത്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയവർ, ഹദർമൗത്തിൽ നിന്ന് വന്ന സാദാത്തുക്കൾ, അതുപോലെ ബുഖാരി സാദാത്തുക്കൾ തുടങ്ങി മഹാരഥന്മാരായ സാദാത്തുക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാവരും വളരെ വ്യക്തമായും ഈ ത്യാഗസുരഭിലമായ പാതയെ പിന്തുടർന്ന് അതാതു കാലഘട്ടങ്ങളിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ഈ പ്രബോധന ദൗത്യത്തിന് പ്രചോദനം നൽകിയവരും ഊർജം സംഭരിച്ച് നമുക്ക് നൽകിയവരുമാണ്. ആ ഗണത്തിലാണ് സയ്യിദ് അവർകൾ. മാത്രമല്ല, സാദാത്തുക്കളായാൽ തന്നെ വലിയ പവറാണ്. ആ പവർ നേടിയെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാദാത്തുക്കളല്ലാത്തവർക്ക് സാധ്യമല്ല. ആലു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മുൻഗാമികളായ കാലഘട്ടം മുതലുള്ള പണ്ഡിതന്മാർ അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളിലൂടെ സാദാത്തുക്കളുടെ മഹത്വം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എത്രയോ കാതങ്ങൾ അകലെ നിന്ന് താജുൽ ഉലമ എന്ന മഹാനായ സയ്യിദ് അവർകൾ, അല്ലെങ്കിൽ സയ്യിദ് അവർകൾ സാദാത്തുക്കളുടെ നേതൃത്വമായി വന്നവർ, അതുപോലെ നമ്മുടെ കേരളത്തിലും കർണാടകയിലും വളരെ വലിയ ഉന്നതമായ പ്രബോധന ദൗത്യത്തിന് നേതൃത്വം കൊടുത്തവർ, ആജ്ഞാശക്തിയോടെ ഒരു നൂറ്റാണ്ടോളം കാലം ഈ രാജ്യത്തെ പ്രവർത്തന രംഗത്ത് ദീനിനെ ഉയർത്തിപ്പിടിച്ചവർ, ആ മഹാനുഭാവന്റെ ചാരത്തേക്ക് അതാ വഫാത്ത് കഴിഞ്ഞ് 12 കൊല്ലമായും ആളുകൾ ഒഴുകിയെത്തുന്നത്, അവരുടെ സന്തോഷകരമായ യാത്ര അതിലേക്ക് നിശ്ചയിക്കുന്നത്, ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ മജ്‌ലിസുകളിൽ സംബന്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പ്രത്യേകത കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ളാളത്ത് നിന്നുള്ള സമ്പൽ ഇവിടെ എത്തുകയും ഉള്ളാൾ ദർഗയുടെ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ഇവിടെ എത്തി അവിടുത്തെ പ്രത്യേകമായ ആദരവും സ്നേഹവും ഈ ഉറൂസിനോട് പ്രഖ്യാപിക്കുകയും അവർ അതിന്റെ പ്രത്യേകമായ ഹദിയകളൊക്കെ നൽകുകയും ചെയ്തെങ്കിൽ 67 വർഷക്കാലം ആ മഹല്ലിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ളാളത്തെ ഒരു ചെറിയ പ്രവിശ്യയിലല്ല, ഉള്ളാളത്ത് നിന്നുകൊണ്ട് കർണാടകയുടെ ദക്ഷിണ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ പോരാ, ഇന്ത്യ രാജ്യത്തും ലോകത്തും എവിടെയൊക്കെ മലയാളി മണമുണ്ടോ അവിടെ മുഴുവൻ വളരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ജീവിച്ചു നേതൃത്വം നൽകിയ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രൗഢമായ നേതൃത്വമായിരുന്നു മഹാനായ ശൈഖുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ടാണ് അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് അഹ്ലുബൈത്തിന്റെ വലിയ തലവരായി ഈ കേരളക്കരയിൽ വളരെ വ്യക്തമായി നമുക്ക് മുന്നിൽ നടന്ന് ഇസ്ലാമിക നേതൃത്വം നൽകിയ ആദർശത്തിന്റെയും പ്രസ്ഥാനത്തിന്റെയും വഴിവക്കുകളിൽ എപ്പോഴെങ്കിലും പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്തു മാറ്റാൻ മഹാനരായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് കാണിച്ച ഹിമ്മത്തിന്റെ ഭാഗമായി വളരെ വ്യക്തമായ മനോധൈര്യം കാണിച്ച് ആത്മധൈര്യം പ്രകടിപ്പിച്ച് വലൗവഹദി, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ കാര്യം ഞാൻ വിജയിപ്പിക്കുമെന്ന പ്രതിജ്ഞാബദ്ധമായ ധീരമായ നിലപാടെടുത്തു പോയ മഹാനുഭാവന്റെ അടിയിലേക്കാണ് നമ്മൾ ആവേശപൂർവ്വം ഇസ്ലാമിക സമൂഹത്തിന്റെയും അതുപോലെ സാഹോദര്യവും സഹവർത്തിത്വവും അനുഭവിച്ച ഇതര സമുദായത്തിന്റെയും ആളുകൾ നമ്മുടെ നാട്ടിലേക്ക്, ഈ എട്ടിക്കുളത്തേക്ക്, അവിടുത്തെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്കറിയാം. അഹ്ലുബൈത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഫ്ളലുൽ ബശറായി അംബിയാക്കൾക്ക് ശേഷം പ്രഖ്യാപിക്കപ്പെടുന്ന ഒന്നാമത്തെ നേതാവാണെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനം പുലരണമെങ്കിൽ അവിടുത്തെ സിദ്ദീഖിയത്ത് മാത്രം പോരാ. അവിടുത്തെ ഖിലാഫത്തിന് കാരണം, അവിടുത്തെ നേതൃത്വത്തിന്റെ മാനദണ്ഡം, അവിടുന്ന് ഈ ഉന്നത പദവികളിലേക്ക് കടക്കാനുള്ള കാരണം അവരുടെ മഹബ്ബത്തുർ റസൂലാണ്. ആ മഹബ്ബത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി
അവിടുത്തെ കുടുംബപരമായ ബന്ധമടക്കം ആത്മീയമായ ബന്ധത്തിന് പുറമെ അത്തരമൊരു ബന്ധം കൂടി അനിവാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ അവിടുത്തെ മകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് ആ ബന്ധം സുദൃഢമാക്കി അന്യൂനമായ അഹ്ലു ബൈത്തിന്റെ പരമ്പരയോട് ആ കണക്ഷനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രംഗത്ത് വന്നത് നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം രണ്ടാം ഖലീഫയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ പ്രൗഢിയുള്ള നേതൃത്വമാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽക്കാരെ പോലെ കടന്നു നിൽക്കുകയും ഏത് പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും ഉറച്ച സ്വരത്തിലൂടെ ആ പ്രവാചകരുടെ സന്ദേശത്തെ ആ ദിക്കുകളെട്ടും ഉച്ചത്തിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേതൃത്വമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മകളെയും വിവാഹം കഴിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആ മകളെ വിവാഹം കഴിച്ചുകൊണ്ടുള്ള ഒരു ബന്ധത്തിൽ വളരെ വ്യക്തമായി ആഗ്രഹിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമുക്ക് കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയുമല്ലോ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്ത് രണ്ടുപേരെ വിവാഹം ചെയ്യാൻ, ഒരാളിന്റെ കാലശേഷം മറ്റൊരാളെയും വിവാഹം ചെയ്യാൻ ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞെങ്കിൽ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള പ്രൗഢമായ നേതൃത്വവും അഹ്ലു ബൈത്തുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതെ അവരുടെ പ്രത്യേകത ലോകം വാഴ്ത്തുന്ന ഒരവസ്ഥാവിശേഷത്തിൽ എത്തുകയില്ലെന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അത്തരം ഘട്ടങ്ങൾ ഉണ്ടായത് നമുക്ക് കാണാം. അതുപോലെ നമുക്കറിയാമല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇസ്ലാമിലേക്കുള്ള വരവ്, ആ വരവിന്റെ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അബ്ബാസ് തങ്ങളെ, അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്നത് വലിയ സന്തോഷമായി. എന്റെ പിതാവ് ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വരണമെന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടെങ്കിലും ആ ഖത്താബ് എന്ന പിതാവ് വരുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതാണ്. സ്വന്തം വാപ്പയുടെ ഇസ്ലാമിക ആശ്ലേഷണത്തെ കുറിച്ച് വല്ലാത്ത ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹത്തെക്കാളുപരി പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും കുടുംബ ബന്ധവും തലവൻ എന്ന നിലക്കും അവിടുത്തെ മൂത്താപ്പയുടെ അവിടുത്തെ പ്രത്യേകമായ പിതൃവ്യന്റെ പരിശുദ്ധ ഇസ്ലാമിലേക്കുള്ള വരവിനെ സന്തോഷത്തോടെ രേഖപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള കറപുരളാത്ത ബന്ധത്തിന്റെയും അവിടുത്തെ കുടുംബത്തോടുള്ള ആഭിമുഖ്യത്തിന്റെയും പേരിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലും അങ്ങനെ കാണാം. അബൂ ഖുഹാഫ എന്ന പിതാവ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വളരെയധികം സന്തോഷിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സന്തോഷിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷിച്ചെങ്കിലും ആ സന്തോഷ പ്രകടനം ശരിക്ക് കാണാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ സിദ്ദീഖേ,